നമസ്കാരം. എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ബയോ ഇൻസൈറ്റ് എന്നത് ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ലൈഫ് സയൻസിൽ PG കഴിഞ്ഞ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ ചാനലിലെ ഓരോ ക്ലാസ്സുകളും. ജേർണി ടു ദ നോളജ് ബിഗിൻസ് ഹിയർ. PG കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം നിങ്ങളുടെ കണ്ടിന്യൂറ്റി എപ്പോഴെങ്കിലും ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്നവർക്കും ഈ ചാനലിലെ ഓരോ ക്ലാസ്സുകളും സപ്പോർട്ടിംഗ് ആയിരിക്കും. Biology is the study of living things. It is the science of life. ലൈഫ് സയൻസിൽ PG കഴിഞ്ഞ നമ്മൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഡിഗ്രി ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നന്നായിട്ടറിയാം, ബയോളജി ഡീൽസ് വിത്ത് ദ സയൻസ് ഓഫ് ലൈഫ്. ഇനി ഈ ചാനൽ കാണുന്നത് പാരൻസോ അല്ലെങ്കിൽ ലൈഫ് സയൻസ് സ്ട്രീമിൽ അല്ലാത്തവരോ ആണെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ പറയുന്നത്. ലൈഫ് സയൻസ് എന്ന സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മൈക്രോബയോളജി എന്നിവയൊക്കെയാണ് സാധാരണയായി ലൈഫ് സയൻസ് സ്ട്രീമിൽ വരുന്നത്. ഇനി അപ്ലൈഡ് ലെവലിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് സയൻസ് സ്ട്രീമിൻ്റെ അപ്ലൈഡ് ലെവൽസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സയൻസ്, എൻറ്റമോളജി, ജെനറ്റിക്സ്, ഇക്കോളജി, എൻവയറമെൻ്റൽ സയൻസ്, ഫിസിയോളജി, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് വേറെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ലൈഫ് സയൻസ് എന്ന ഒരൊറ്റ ഹെഡിങ്ങിൽ വരുന്ന വിഷയങ്ങളാണ്. ഇതിലെല്ലാം വരുന്ന ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ നമ്മൾ ഓരോരുത്തരും ഓരോ സെമിസ്റ്ററിലും പഠിച്ച കാര്യങ്ങൾ അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഓരോന്നായി വരുന്നത്. ഇനി ലൈഫ് സയൻസിൽ PG കഴിഞ്ഞവർക്ക് മുന്നിൽ വരുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് CSER നെറ്റ് ലൈഫ് സയൻസ് എക്സാം എന്ന് പറയുന്നത്. അതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ ആദ്യമായി ആ ഒരു എക്സാമിനെ പറ്റി കൂടുതലായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വരുന്ന ഓരോരോ വീഡിയോകളിലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അതായത് ലൈഫ് സയൻസിൽ നിങ്ങൾ ഗ്രാജുവേഷൻ ആണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ, പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള പോയിന്റിലാണോ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതിനുശേഷം എടുക്കാവുന്ന നിങ്ങൾക്ക് പറ്റിയ അടുത്ത ലെവൽ എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്താണ്, നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ഫീൽഡിലേക്ക് റീച്ച് ചെയ്യാനുള്ള വഴി എന്തൊക്കെയാണ് എന്നൊക്കെ വരുന്ന ഓരോരോ ക്ലാസ്സുകളിലായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ ദിവസവും ഓരോ ടോപ്പിക് വൈസ് നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഓക്കെ, CSER നെറ്റ് ലൈഫ് സയൻസ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതെന്താണെന്നൊരു ധാരണയുണ്ടാവും. എന്നാലും അറിയാത്തതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമിനെ പറ്റി ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ എക്സാം വർഷത്തിൽ 2 തവണയായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്, ജൂണിലും ഡിസംബറിലും. ലൈഫ് സയൻസ് സ്ട്രീമിൽ PG കഴിഞ്ഞവർക്കും 3rd സെമസ്റ്റർ അല്ലെങ്കിൽ 4th സെമസ്റ്റർ എക്സാം എഴുതിയ ആൾക്കാർക്കും ഈ എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ എലിജിബിൾ ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ 55% എബോവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് വാട്ട്സ് ദ ഔട്ട്കം ഓഫ് ദ എക്സാം? ഒന്ന്, നിങ്ങൾക്ക് JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ ലെക്ചർഷിപ്പ്. ഇത് രണ്ടുമാണ് ഈ ഒരു എക്സാമിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. JRF അഥവാ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നാൽ ആഫ്റ്റർ യുവർ PG യു ക്യാൻ ഗോ ഫോർ യുവർ PhD. നിങ്ങൾക്ക്
ഏതെങ്കിലും നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫെലോഷിപ്പോട് കൂടി നിങ്ങളുടെ റിസർച്ച് ചെയ്യാൻ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കും. 5 വർഷത്തേക്കാണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടാവുക. അതുകൂടാതെ എല്ലാ വർഷവും നിങ്ങളുടെ റിസർച്ചിന് ആവശ്യമായ കണ്ടിജൻസി ഫണ്ടും CSER JRF ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് കിട്ടുന്നതാണ്. ഈ JRF തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ ഓരോ എക്സാം കഴിയുമ്പോഴും CSER നിശ്ചയിക്കുന്ന കട്ട് ഓഫിന്റെ ഒരു സർട്ടൻ കട്ട് ഓഫിന്റെ എബോ നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് JRF ക്വാളിഫൈഡ് ആവും. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ JRF കട്ട് ഓഫിന്റെ താഴെയായി എങ്കിൽ ഒരു സർട്ടൻ കട്ട് ഓഫിന്റെ എബോ ആയി വരുന്ന റാങ്ക് ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ലെക്ചർഷിപ്പിനും എലിജിബിൾ ആവും. ലെക്ചർഷിപ്പ് എലിജിബിൾ ആയാൽ കോളേജുകളിലെല്ലാം ലെക്ചേഴ്സ് ആയി വർക്ക് ചെയ്യാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ്. CSER നെറ്റ് ലൈഫ് സയൻസിന്റെ എക്സാം പാറ്റേൺ ഇടയ്ക്കൊന്ന് മാറുകയുണ്ടായിട്ടുണ്ട്. 2005 ഞാൻ ആദ്യമായിട്ട് ഈ എക്സാം എഴുതുന്നത്. അന്ന് ഇത് 2 എക്സാം ആയിട്ടായിരുന്നു, 2 പേപ്പർ ആയിട്ടായിരുന്നു. രാവിലെ മൾട്ടിപ്പിൾ ചോയ്സും ഉച്ചയ്ക്ക് ശേഷം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ആയിട്ടായിരുന്നു ആ എക്സാം. പിന്നീട് 2012 ആയപ്പോഴേക്കും അതൊരു സിംഗിൾ പേപ്പർ ടോട്ടലി MCQ ടൈപ്പ് ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വന്ന അപ്ഡേഷൻ ഡിസംബർ 2019 വ്യത്യാസം എന്താന്ന് വെച്ചാൽ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി എന്ന് മാത്രം. എക്സാംസ് ക്വസ്റ്റ്യൻസ് എല്ലാം MCQ മോഡൽ തന്നെയാണ്, സിലബസിനും വ്യത്യാസമൊന്നുമില്ല, മാർക്ക് സ്കീമും എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി COVID-19 കാരണം ജൂൺ 2020 എക്സാം ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല. അല്ല എങ്കിൽ കൃത്യമായി ജൂൺ ഡിസംബറിലായിട്ടാണ് ഈ എക്സാം എപ്പോഴും വരുന്നത്. ഈ ഒരു എക്സാം ഒരു 3 hour എക്സാം ആണ്. You will get 145 questions and the maximum mark is 200. ഇനി ഇതിന്റെ സ്കീമുകൾ എങ്ങനെയൊക്കെയാണ്, മാർക്കിംഗ് സ്കീം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിന്റെ സിലബസിനെ പറ്റി ഒന്ന് പറയട്ടെ. ഈ സിലബസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കൂ. കാരണം നിങ്ങൾ അഥവാ ഒരു ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ PG ലെവലോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഈ സിലബസിൽ പറയുന്ന ടോപ്പിക്സ് നിങ്ങളുടെ റെഗുലർ സ്റ്റഡീസിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. എനിവേ നമുക്ക് സിലബസ് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് molecules and their interaction relevant to biology. ഇത് പ്യൂർലി ബയോകെമിസ്ട്രി ബേസ്ഡ് ആണ്. നമ്മുടെ ബേസ് മുതൽ നമ്മളെ ആറ്റം മോളിക്യൂൾസ് ബോണ്ടിങ് മുതൽ വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. മൊളാലിറ്റി, നോർമാലിറ്റി അങ്ങനത്തെ കുറെ കോൺസെപ്റ്റ്സ്, എൻസൈംസ്, കുറച്ച് കാൽക്കുലേഷൻസ് കാര്യങ്ങളുമൊക്കെയാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. സെക്കൻഡ് യൂണിറ്റ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇതിൽ വരുന്നത് മെയിൻ ആയിട്ട് യൂക്കാരിയോട്ടിക് സെൽസ് ഓർഗനലൈസ് ആണ്. അതായത് മൈറ്റോകോൺട്രിയ, പ്ലാസ്മ മെംബ്രെയിൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെ നമ്മളെ സെൽ ഓർഗനലൈസിനെ പറ്റിയിട്ടും സെൽസ് സൈക്കിളിനെ പറ്റിയും സെൽ ഡിവിഷനെ പറ്റിയും ഒക്കെയാണ് ഈ സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത്. തേർഡ് യൂണിറ്റ് വന്നിട്ട് ഫണ്ടമെന്റൽ പ്രോസസ്സസ്. ഇത് പ്യൂർലി മോളിക്കുലർ ബയോളജി സെക്ഷൻ ആണ്. നമ്മളെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, റെപ്ലിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് തേർഡ് യൂണിറ്റിൽ വരുന്നത്. ഫോർത്ത് വന്നിട്ട് സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൽ സിഗ്നലിംഗ്. പേര് പറയുന്ന പോലെ തന്നെ ഹൗ ദ സെൽ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ. എസ്പെഷ്യലി ഇമ്മ്യൂണോളജി പാർട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ ക്യാൻസർ ബയോളജിയും ഇതിൽ വരുന്ന ഒരു മെയിൻ ടോപ്പിക് ആണ്. ഫിഫ്ത്ത് വൺ ഡെവലപ്മെന്റൽ ബയോളജി. ഇത് സുവോളജി കഴിഞ്ഞവർക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഡെവലപ്മെന്റൽ ബയോളജിയുടെ ബേസിക്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ദ പാറ്റേൺ ഓഫ് സെൽ ഡിവിഷൻസ്, എംബ്രിയോളജി, oogenesis, embryogenesis, organogenesis, അതിൽ വരുന്ന സിഗ്നലിംഗ് ഒക്കെയാണ് ഫിഫ്ത്ത് യൂണിറ്റിൽ വരുന്നത്. സിക്സ്ത് വന്നിട്ട് സിസ്റ്റം ഫിസിയോളജി പ്ലാന്റ്. ഇത് ഹാർഡ് കോർ ബോട്ടണി ആണ്.
ഹാർഡ് കോർ ബോട്ടണി ആണെങ്കിലും മെയിനായിട്ട് ഇതിൽ മെയിൻ പാർട്ട് വന്നിട്ട് ഹോർമോണും സിഗ്നലിങ്ങും ഒക്കെയാണ്, അതിൻ്റെ ഹോർമോൺ പാത്വേ ഒക്കെയാണ് വരുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഫോട്ടോസിന്തസിസ് വരുന്നുണ്ട്, അതിൻ്റെ മോളിക്കുലർ പാർട്ടും ഇതിൽ വരുന്നുണ്ട്. 7th യൂണിറ്റ് സിസ്റ്റം ഫിസിയോളജി ആനിമൽ. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ എല്ലാ സിസ്റ്റംസിനെയും പറ്റിയാണ്. ലൈക്ക് റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് ശരിക്കും നമ്മുടെ 11th 12th ബയോളജി സിലബസ് തന്നെയാണ് ഈ 7th യൂണിറ്റിൽ വരുന്നത്. 8th വന്നിട്ട് ഇൻഹെറിറ്റൻസ് ബയോളജി. ഇതിൽ മെൻഡലിയൻസ് പ്രിൻസിപ്പിളും കുറച്ച് പ്രോബബിലിറ്റി പ്രോബ്ലംസും പിന്നെ മ്യൂട്ടേഷൻ റിപ്പയറും ഒക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ട് വരുന്നത്. 9th വന്നിട്ട് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ്. ഇത് മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ പാർട്ടാണ്. ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷനും പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷനുമാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. 10th വന്നിട്ട് ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്, സ്പീഷീസ് ഇന്ററാക്ഷൻ, ഇന്റർസ്പീഷീസ് ഇന്ററാക്ഷൻ, ഇൻട്രാസ്പീഷീസ് ഇന്ററാക്ഷൻ, എങ്ങനെയാണ് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഹൗ ദ ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഈച്ച് സ്പീഷീസ്, അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും കുറച്ച് പ്രോബ്ലംസുമാണ് ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾ എന്ന 10th യൂണിറ്റിൽ വരുന്നത്. 11th വന്നിട്ട് എവല്യൂഷൻ ആൻഡ് ബിഹേവിയർ. പേര് പറയുന്ന പോലെ തന്നെ എവല്യൂഷൻ ആണ് ഇതിൽ വരുന്നത്. നമ്മുടെ എൻറ്റയർ എർത്തിന്റെ എവല്യൂഷൻ ഓരോ ടൈം സ്കെയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ടൈം സ്കെയിലിലും എങ്ങനെയാണ് ഓരോ ഓർഗാനിസംസും ഇവോൾവ് ആയിരിക്കുന്നത് എന്നൊക്കെയാണ് 11th യൂണിറ്റിൽ വരുന്നത്. 12th യൂണിറ്റ് വന്നിട്ട് അപ്ലൈഡ് ബയോളജി ആണ്. ഇതിൽ റീകോംബിനന്റ് DNA ടെക്നോളജീസ് വരുന്നുണ്ട്. ആനിമൽ സെൽ കൾച്ചർ, പ്ലാന്റ് സെൽ ടിഷ്യൂ കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്ലൈഡ് ബയോളജിയിൽ വരുന്നത്. കുറച്ച് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് 12th വരുന്നത്. 13th യൂണിറ്റ് മെത്തേഡ്സ് ഇൻ ബയോളജി. ഇതിൽ ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടും കൂടി വരുന്നുണ്ട്. എല്ലാ നമ്മുടെ ലൈഫ് സയൻസ് ബേസ് ചെയ്തിട്ട് വരുന്ന റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്നിക്സ്, ഇപ്പോൾ ക്രൊമറ്റോഗ്രാഫി, പിന്നെ മൈക്രോസ്കോപ്പി കാര്യങ്ങൾ ഒക്കെയാണ് ഈ 13th യൂണിറ്റിൽ വരുന്നത്. പിന്നെ ലൈഫ് സയൻസ് അല്ലാത്ത ഒരു യൂണിറ്റ് കൂടി ഇതിലുണ്ട്. അത് എ പാർട്ടിൽ, അതായത് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. അതിൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയാം. ഇനി ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് കടക്കുന്നത്. നമ്മുടെ ഈ 1 to 13 യൂണിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് എക്സാമിലേക്ക് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു എക്സാമിനെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, എ, ബി ആൻഡ് സി. എ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മാത്സ് സെക്ഷൻ ആണ് വരുന്നത്. ലൈഫ് സയൻസ് അല്ല, മാത്സ് സെക്ഷൻ ആണ് വരുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ലോജിക്കൽ റീസണിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പാർട്ട് എയിൽ വരുന്നത്. ആൻഡ് യു വിൽ ഗെറ്റ് 20 questions. Out of 20 you can answer any 15 questions. 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് വരുന്നത്. സോ ഇഫ് യു അറ്റൻഡ് 15 യു വിൽ ഗെറ്റ് 30 മാർക്സ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. 1/4 വെച്ചിട്ടാണ് ഓരോ റോങ് ആൻസറിനും 1/4 അവർ ഡിഡക്റ്റ് ചെയ്യും. 2 മാർക്സ് ആണ് എങ്കിൽ 1/4 എന്ന് പറയുമ്പോൾ 0.5 മാർക്സ് ഈച്ച്. ഓരോ റോങ് ആൻസറിനും നമ്മുടെ ടോട്ടൽ മാർക്കിൽ നിന്ന് ഓരോ 0.5 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും അവർ. ഇതാണ് എ പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബി പാർട്ടാണ്. ബി പാർട്ട് കുറച്ച് മെമ്മറി ബേസ്ഡ് ആണ്. 1 to 13 യൂണിറ്റ്സിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ്, നമ്മുടെ തിയറീസ്, പ്രിൻസിപ്പിൾസിനെയൊക്കെ കുറച്ച് മെമ്മറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബി പാർട്ടിൽ വരുന്നത്. ഇവിടെ യു വിൽ ഗെറ്റ് 50 questions. Out of 50 you can answer any 35. ഇവിടെ മാർക്ക് 2 മാർക്സ് ആണ്. 2 മാർക്സ് carry each questions. If you attend 35 you will get 70. ഇവിടെയും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/4 ആണ് നെഗറ്റീവ് മാർക്കിംഗ്, അതായത് 0.5 മാർക്ക് ഈച്ച് they will reduce for each wrong answer. പിന്നെ സി പാർട്ടാണ്. സി പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ
സയന്റിഫിക് കോൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. നമ്മൾ 1 to 13 യൂണിറ്റിലായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഹൗ യു ക്യാൻ അപ്ലൈ, ആപ്ലിക്കേഷൻ സൈഡാണ് കൂടുതൽ വരുന്നത്. നമ്മൾ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സി പാർട്ടിൽ വരുന്നത്. Here you will get 75 questions. Out of 75, you can answer any 25. ഇവിടെ നിങ്ങൾക്ക് ചോയ്സ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കും കൂടുതലാണ്. 4 marks each ആണ് സി പാർട്ടിന് വരുന്നത്. സോ ഇഫ് യു ക്യാൻ അറ്റൻഡ് 25, you will get 100. ഇവിടെ നെഗറ്റീവ് മാർക്ക് 1/4 ആണ്. പക്ഷെ 4 mark question ആയതുകൊണ്ട് 1 wrong answer means they will reduce 1 mark for each wrong answer. ഇങ്ങനെയാണ് ഈ CSIR NET ലൈഫ് സയൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതായത് ടോട്ടൽ 200 മാർക്സ് എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എ പാർട്ടിൽ 30, ബി പാർട്ടിൽ 70 ആൻഡ് സി പാർട്ടിൽ 100. ഇതാണ് നിങ്ങളുടെ മാക്സിമം. That doesn't mean that you have to attend all 35 or all 25, nothing like that. But maximum you can attend is in A part 15, B part 35 and C part 25. So ഇങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി ഇതിന്റെ കട്ട് ഓഫിനെ പറ്റി പറയാം. ഞാൻ ഇപ്പം ലാസ്റ്റ് നടന്ന എക്സാം ഡിസംബർ 2019 ആയതുകൊണ്ട് അതിന്റെ കട്ട് ഓഫ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആസ് പെർ ഡിസംബർ 2019 GRF ക്വാളിഫൈ ആവണമെങ്കിൽ 54.5% ആണ് പറഞ്ഞിട്ടുള്ള കട്ട് ഓഫ്. അതായത് 108 out of 200 and for lectureship 49, that means above 100. ഇതാണ് ലാസ്റ്റ് നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് വരുന്നത്. പക്ഷെ ഇതുവരെ കണ്ടക്ട് ചെയ്ത എക്സാമിന്റെ കട്ട് ഓഫ് നമ്മൾ ഇൻ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ ടു ക്വാളിഫൈ GRF ബെറ്റർ യു സ്കോർ 120 out of 200. അതായത് ഒരു 60% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു ആർ സേഫ് ഫോർ GRF. അതുപോലെ തന്നെ ലെക്ചർഷിപ്പിലും നിങ്ങൾക്ക് ഒരു 105 or 110 റേഞ്ചിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ക്വാളിഫൈ ഫോർ ലെക്ചർഷിപ്പ്. ഓൾസോ ഒരു കാര്യം കൂടി, ഈ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്കാർക്കാണ്. റിസർവേഷൻ കാറ്റഗറിക്ക് ഇതിലും കട്ട് ഓഫ് കുറയാണ്. പക്ഷെ ഡോണ്ട് മൈൻഡ് ഓഫ് ദാറ്റ്. നിങ്ങൾ യു എയിം ഫോർ ഇറ്റ്. നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഏതായാലും നിങ്ങളുടെ എയിം ഫോർ GRF above 120, ഫോർ ലെക്ചർഷിപ്പ് above 105. അതായിരിക്കണം നിങ്ങളുടെ മൈൻഡിലുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സിലബസിനെ നമ്മൾ പഠിക്കേണ്ടത് എന്ന് നോക്കാം. സ്റ്റഡി പ്രൊഫൈൽ. ഇപ്പൊ നിങ്ങൾക്ക് ഈ സിലബസ് കാണുമ്പോൾ ഈ 13 യൂണിറ്റും എന്താ പറയാ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ട് വളരെ എന്താ പറയാ ഒരു കണക്റ്റഡ് അല്ലാത്ത പോലെ ആയിരിക്കാം നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതിനെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എൻറ്റയർ സിലബസ് ഒറ്റ ഒരു എന്താ പറയാ ഒറ്റ ഒരു ഹെഡിങ്ങിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എല്ലാ സബ്ജക്റ്റും ഇന്റർ കണക്റ്റഡ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കൺസെപ്റ്റും ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എൻറ്റയർ സിലബസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വരികയും ചെയ്യും. നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ വിസ്ഡം അതിനനുസരിച്ച് ഇംപ്രൂവ് ആവുകയും നിങ്ങളുടെ കോൺഫിഡൻസ് അതിനനുസരിച്ച് കൂടുകയും ചെയ്യും. ഈ ഒരു സ്റ്റഡി പ്രൊഫൈൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പിക്ചറൈസേഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റഡീനെ പറയുമ്പം സെല്ലുലാർ ലെവൽ, ഓർഗനൽ ലെവൽ, ഓർഗാനിസം ലെവൽ, അങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, സെല്ലുലാർ ലെവലിൽ പറയുകയാണെങ്കിൽ ആറ്റംസ് ആണ് ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന സ്റ്റഡീസ്. നമ്മൾ എന്താ പറയാ കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ അങ്ങനത്തെ കാര്യങ്ങളും അവരുടെ ബോണ്ടിങ്ങും അവരുടെ എന്താ പറയാ ഇലക്ട്രോൺ പാറ്റേണും ഒക്കെയാണ് നമ്മൾ അതിൽ പറയുന്നത്. ഫ്രം ആറ്റംസ് പിന്നെ മോളിക്യൂൾസ് ആണ് വരുന്നത്.
മോളിക്യൂൾസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്രോ മോളിക്യൂൾസിനെ പറ്റി പഠിക്കാം. ഇപ്പൊ DNA അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച്, അങ്ങനത്തെ മാക്രോ പ്രോട്ടീൻസ്, അങ്ങനത്തെ മാക്രോ മോളിക്യൂൾസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. നെക്സ്റ്റ് ലെവൽ ഓർഗനലൈ ആണ്. നമ്മളിപ്പം എന്താ പറയുക, പ്രോട്ടീൻസിനെ പറ്റി പഠിച്ചു, അല്ലെങ്കിൽ DNA പറ്റി പഠിച്ചു. ഓക്കെ, ഈ ഓർഗനൽസ്, ഈ DNA അല്ലെങ്കിൽ പ്രോട്ടീൻസ്, how it is synthesizing within a cell, how a protein is expressing, how a protein is communicating within a cell, how cells are communicating, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് അടുത്ത ലെവലിൽ വരുന്നത്. അതാണ് ഓർഗനലൈ ലെവലിൽ വരുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് സെൽസ് ആണ്. There are different kinds of cells, അല്ലെ? നമ്മുടെ ഓരോ സെൽസിനും ഓരോ ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട്. നെർവ് സെൽസ് ഡിഫറെന്റ് ആണ്, നമ്മുടെ എപ്പിഡെർമൽ സെൽസ് ഡിഫറെന്റ് ആണ്, അല്ലെ? ഓരോ സെൽസും ഡിഫറെന്റ് ആണ്. ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ് ദേ ഡിഫർ ഈച്ച് അതർ. എങ്ങനെയാണ് ഈ ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഇത്രയും ഒരു മൾട്ടി സെല്ലുലാർ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് അടുത്ത ലെവലിൽ പഠിക്കാം. അതാണ് നമ്മുടെ ഡെവലപ്മെന്റൽ ബയോളജിയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഡെവലപ്മെന്റൽ ബയോളജിയിലേക്ക് നമുക്ക് കടക്കുമ്പം നമുക്ക് ഈ ഒരു സെൽ കമ്മ്യൂണിക്കേഷനും എങ്ങനെയാണ് ഓരോ സെൽ അറ്റ് ദി എൻഡ് ഫൈനലി ഹൗ ദേ ബിക്കം ഈച്ച് ഓർഗൻ എന്നുള്ളതുമൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. സെല്ലിന്റെ അടുത്ത ലെവലാണ് ടിഷ്യൂ. ടിഷ്യൂ മേക്ക് ഓർഗൻസ്. ഓർഗൻസിൽ വരുമ്പോഴാണ് നമ്മുടെ ഓരോ സിസ്റ്റംസ്, നമ്മളെ കാർഡിയക് സിസ്റ്റം, നെർവസ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനത്തെ നമ്മുടെ ഓരോ ഓർഗനെ പറ്റിയും നമുക്ക് അടുത്ത യൂണിറ്റിൽ നമുക്ക് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് ലെവൽ വരുന്നത് ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം ലെവൽ. ഓർഗാനിസമൽ ലെവലിലാണ് അടുത്ത സ്റ്റഡി വരുന്നത്. നമ്മൾ ഓർഗൻ സിസ്റ്റംസിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഗാനിസത്തിനെ പറ്റി നോക്കാം. ഹൗ that organism അല്ലെങ്കിൽ what are the contribution of that particular organism to the atmosphere or to the ecosystem എന്നുള്ളത് നമുക്ക് നോക്കാം. How the species is interacting with each other, how the species is interacting with other species എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇതാണ് നമ്മുടെ ഇക്കോളജി പാർട്ടിൽ വരുന്നത്. Then populational level. Population means ഇക്കോളജിയിൽ നമ്മൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഈ ഒരു പാർട്ട് വരുമ്പോഴേക്കും അത് ഇക്കോളജി ലെവലിലേക്ക് വരും. പിന്നെ ഇക്കോസിസ്റ്റം, പിന്നെ ബയോസ്ഫിയർ. ബയോസ്ഫിയറിൽ വരുന്ന സമയത്ത് നമുക്ക് ഹൗ ദ എർത്ത് ഈസ് ഇവോൾവ്ഡ്, ഹൗ ലൈഫ് ഈസ് ഇവോൾവ്ഡ്, എന്തൊക്കെ ട്രാൻസ്ഫോർമേഷനിൽ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിയത് എന്നൊക്കെ നമുക്ക് ഇക്കോളജി എവല്യൂഷൻ പാർട്ടിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം നമ്മൾ മൊത്തം ഈ ഒരു സിലബസിനെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോ കോൺസെപ്റ്റും ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ എൻറ്റയർ സിലബസ് ഒരു ഒറ്റ കണ്ണിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഓരോരോ ക്ലാസ്സുകളും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എടുത്തിട്ട് പോവാം. Success is easy to achieve once you set your mind on a special goal. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ആദ്യം വേണ്ടത് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ് കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് എത്താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഗോളാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ആ ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു ഐഡന്റിഫൈഡ് യുവർ ഗോൾ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഗോളിലേക്കുള്ള ആ ഒരു യാത്ര തുടങ്ങുക എന്നുള്ളതാണ്. സ്റ്റാർട്ട് യുവർ ജേർണി ടു അച്ചീവ് യുവർ ഗോൾ. അതിന് എന്തൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകൾ? Plan your goal, make a proper timetable.
അതായത് ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഒരു എൻറ്റയർ ഡേയിൽ നിങ്ങൾക്ക് എത്ര സമയം ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായി ഉള്ള യാത്രയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ടൈം ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ഒരു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ ഷെഡ്യൂളുകൾ അനുസരിച്ച്, നിങ്ങളുടെ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു ദിവസം എത്ര സമയം ഇതിനു വേണ്ടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഒരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബി പങ്ക്ച്വൽ. ആ ടൈം നിങ്ങൾ ഡെഫിനറ്റ് ആയും ഈ ഒരു ഗോളിനു വേണ്ടി വർക്ക് ചെയ്യണം. പിന്നെ പ്രാക്ടീസ് ഡെയിലി. നമ്മളിവിടെ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും ഓരോ കോൺസെപ്റ്റ് കഴിയുമ്പോഴും അവിടെയൊക്കെ കുറെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒരു കോൺസെപ്റ്റും ഓരോരോ കോൺസെപ്റ്റുകളും കഴിയും തോറും അത് നമ്മളിലേക്ക് മാക്സിമം അബ്സോർബ് ചെയ്യാൻ ഏറ്റവും വേണ്ടത് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കേസിൽ പ്രാക്ടീസ് മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. Then motivate yourself. കാരണം നമ്മളൊക്കെ ഡെയിലി എന്തെങ്കിലും തരത്തിൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും നമ്മളെ ഗോളിലേക്കുള്ള നമ്മുടെ സ്റ്റെപ്സിനെ ബ്ലോക്ക് ചെയ്യാത്ത പ്രിവെന്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ലക്ഷ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ഒരു മടക്കം ഇല്ല. അതായത് പ്ലാൻ ബി ഇല്ല. നിങ്ങൾക്കൊക്കെ പ്ലാൻ എ മാത്രമേ ഉള്ളൂ. CSER നെറ്റ് ലൈഫ് സയൻസ് എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിലേക്ക് എത്തിച്ചേരുന്നത് വരെ വേറെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല. അത് മനസ്സിൽ ഉറപ്പിക്കുക. അത് നമ്മളെ പലപ്പോഴും നമ്മളിൽ നിന്ന് ആ സ്പിരിറ്റ് ചിലപ്പോൾ ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ തന്നെ സ്വയം എഫേർട്ട് എടുത്ത് അല്ല, എനിക്ക് ഐ ഹാവ് ടു അച്ചീവ് ഇറ്റ് എന്ന് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ യോഗ ചെയ്യാം. എക്സ്ട്രാ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആർട്ട് ക്രാഫ്റ്റ് പരിപാടികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. മ്യൂസിക് പാടാം, അല്ലെങ്കിൽ ഒരു പുതിയ പാട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഒരു കരോക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മളെ സെൽഫ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് 100% നിങ്ങൾക്ക് മാത്രം കിട്ടുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് യുവർ ഫുഡ്. ഇഫ് യു ഈറ്റ് ഫുഡ് യു വിൽ ഗെറ്റ് എനർജി ഫ്രം ദ ഫുഡ്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് നിങ്ങളുടെ മൈൻഡിന്റെ ഫുഡാണ് എന്ന് മാത്രം. സോ ഫിക്സ് യുവർ ഗോൾ, ഹാർഡ് വർക്ക് ടു അച്ചീവ് ഇറ്റ്. ഞങ്ങളുടെ സപ്പോർട്ട് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓരോ കൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലാവാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ ടു ഐ വിൽ ഗിവ് യു മൈ വാട്സ്ആപ്പ് നമ്പർ, ഓർ യു ക്യാൻ ഇമെയിൽ അസ്. നമ്മളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ചാൾസ് ഡാർവിൻ. നമുക്ക് എല്ലാവർക്കും ചാൾസ് ഡാർവിൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അത് കേൾക്കാത്തതായിട്ടോ പഠിക്കാത്തതായിട്ടോ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാൾസ് ഡാർവിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്നത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിന്റെ ഒരു ബുക്കുണ്ട്, ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ ചാൾസ് ഡാർവിൻ. ആ ബുക്ക് എനിക്ക് വായിക്കാൻ സാധിച്ചു. വളരെ രസകരമായിട്ടൊരു പുസ്തകമാണ്. നമ്മൾ പലപ്പോഴും ഒരു എക്സാം ഓറിയന്റേഷനായി പഠിച്ച് പോയ കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അതിന്റെ എക്സാക്ട് കണ്ടന്റ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ദ സ്പീഷീസ് ദാറ്റ് സർവൈവ്, nor the most intelligent, but the one most responsive to change. ഇതാണ് ശരിക്കും അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ ബുക്കില്. നമ്മളെല്ലാവരും പറഞ്ഞു പാടി പഠിച്ച സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ഉണ്ടല്ലോ, ആ ഫിറ്റസ്റ്റ് എന്നുള്ള വേർഡിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ
ഈ പറഞ്ഞിരിക്കുന്നത്. ഫിറ്റസ്റ്റ് എന്നാൽ സ്ട്രോങ്സ്റ്റ് ആവണമെന്നോ ഇന്റലിജന്റ് ആവണമെന്നോ എന്നുള്ളതല്ല. ചേഞ്ചിന് അനുസരിച്ച് റെസ്പോൺസീവ് ആവുക എന്നുള്ളതാണ് ഇവോൾവ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ എവല്യൂഷന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ അകത്തും പുറത്തും നടക്കുന്ന പല ചേഞ്ചുകൾക്കും റെസ്പോൺസീവ് ആവുക അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റത്തിന് അനുസരിച്ചുള്ള പോസിറ്റീവ് അഡാപ്റ്റേഷൻസിനെയാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയേ നമ്മൾക്ക് നല്ലൊരു നമ്മളായി ഇവോൾവ് ആവാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്രയൊക്കെയാണ് ബയോ ഇൻസൈറ്റിന്റെ ഇൻട്രോ എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്കുകളോ, ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ റെഫർ ചെയ്ത ബുക്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ PDF അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നോട്ട്സ് അങ്ങനത്തെ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിലോ യു ക്യാൻ റീച്ച് us ത്രൂ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് ഓർ ഇമെയിൽ. ഈ ലിങ്ക്, ഈ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ എല്ലാ ക്ലാസ്സിന്റെ എൻഡിലത്തെ സ്ലൈഡ്സിലും നമ്മൾ വെക്കുന്നതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓരോ പുതിയ ടോപ്പിക്കുകൾ നമുക്ക് വളരെ ബേസ് ലെവൽ മുതൽ പഠിച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. നിങ്ങളെല്ലാവരും നല്ലൊരു ലക്ഷ്യത്തിലെത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വൺസ് അഗെയിൻ. Thank you so much.